ഹലോ, ഇന്ന് ഞാൻ വീട്ടിൽ ഇന്നെനിക്ക് വീട്ടിലൊരു അതിഥിയുണ്ട്. അതിഥിയല്ല, എപ്പോഴും എൻ്റെ വീട്ടിൽ വരുന്ന ആൾ തന്നെയാണ്. എൻ്റെ ഒരു മോളാണ്, സായുജിയാണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് കലോത്സവം തിരുവനന്തപുരത്ത് സംസ്ഥാനം, അപ്പോൾ അതിലെ പരിപാടി കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വന്നതാണ്. അപ്പം ഞങ്ങൾ ഉച്ചയ്ക്ക് ഊണ് കഴിച്ചിട്ട് ഇവിടുന്ന് അങ്ങോട്ട് വീട്ടിലേക്ക് പോകാം, കലോത്സവ സ്ഥലത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് എന്തൊക്കെ വിഭവങ്ങളുണ്ടെന്ന് കാണാൻ. ഇത് നല്ല മുട്ട അവിയലുണ്ട്, ചക്കക്കുരുവും പച്ചമാങ്ങയും കൂടി ഇട്ട കറിയുണ്ട്, അതുപോലെ തൈരിൽ നമ്മുടെ വഴുതനങ്ങ വഴട്ടി തൈര് ചേർത്ത് താളിച്ച ഒരു കൂട്ടനും കൂടെ ഉണ്ട്. പിന്നെ അതേ നല്ല ചോറ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഞങ്ങളെ വെള്ളമുണ്ട്, കഞ്ഞിവെള്ളമുണ്ട്. ഇതൊക്കെയാണ് ഇന്നത്തെ വിഭവങ്ങൾ. ഇനി കലോത്സവത്തിന് പോകുമ്പോൾ അവിടെയുള്ള വിശേഷങ്ങൾ കാണാം. ഓക്കെ, 10 വർഷത്തിന് ശേഷമാണ് തിരുവനന്തപുരം. അപ്പോൾ സംസ്ഥാന സ്കൂൾ കലോത്സവം 10 വർഷത്തിന് ശേഷമാണ് വരുന്നത്. അപ്പോൾ അത് കാണാൻ പോയിട്ട് അവിടെയുള്ള വിശേഷങ്ങളും കാണാം. ഓക്കേ, അഭിപ്രായം പറ. ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ചക്കക്കുരുവും മാങ്ങയും കൂടി ഇട്ടിട്ടുള്ള കറിയാണ്. അത് കഴിച്ചിട്ട് അഭിപ്രായം പറയാം. ഞാൻ ആദ്യമായിട്ടാണ് ചക്കക്കുരു മാങ്ങയും കൂടെയുള്ള കറി ഉണ്ടാക്കുന്നത്. അത് ആദ്യമായിട്ട് കഴിക്കുന്ന ആള് നീയാണ്. ആദ്യമായിട്ട് കഴിക്കുന്നത് ഞാൻ തന്നെയാണ്. പക്ഷെ ഒരു ഡിഫറെന്റ് ടേസ്റ്റ്. അവിയലാണെന്ന്, അവിയലിനൊരു വേറെ ടേസ്റ്റ്, ഒരു പ്രത്യേകിച്ച് ടേസ്റ്റ്. ശരി, മുട്ട അവിയലിന്റെ കാര്യമാണ് ഇപ്പൊ പറഞ്ഞത്. നോക്ക്, മുട്ട. അപ്പൊ ചക്കക്കുരു മാങ്ങയും കൂടെ ഇട്ട കറിയോ? അത് ആദ്യമായിട്ട് ഉണ്ടാക്കുക, ഡിഫറെന്റ് ടേസ്റ്റ് ആണ്. ആദ്യമായിട്ടാണ് കഴിക്കുന്നത് അല്ലല്ലോ? മുമ്പ് കഴിച്ചിട്ടുണ്ടല്ലോ. തൈരൂടെ അല്ലേ? ഇല്ല, ഇത് തൈര് ചേർത്തിട്ടില്ല. ചക്കക്കുരു മാങ്ങയും മാത്രമേ ഇട്ടിട്ടുള്ളൂ. തേങ്ങ അരച്ച് ചേർത്ത് ഒഴിച്ചു കറി പോലെ. നിങ്ങൾ മാമ്പഴ പുളിശ്ശേരി പച്ചടിയെ കഴിക്കില്ലേ? അതിന് അതേ സെയിം ടേസ്റ്റ് ആണ്. പച്ചമാങ്ങയാണ് നമ്മൾ ചേർക്കുന്നത്. ടേസ്റ്റ് ഉണ്ട്. ചക്കക്കുരു ഒരു കൊഴുപ്പ് കിട്ടും കറി. പിന്നെ ഏറ്റവും വലിയൊരു കാര്യം പറയണ്ടായി, ഇതാ കത്തിരിക്ക നമ്മൾ വഴറ്റിയിട്ട് എണ്ണയിൽ വഴറ്റി അതിൽ തൈര് ചേർത്താണ്. തൈരൊന്ന് അടിച്ച് ചേർത്താൽ മതിയായിരുന്നു, ഞാൻ അല്ലാതെ തൈര് ചേർത്തു, പെട്ടെന്ന് ചേർത്താണ്. ഈ കത്തിരിക്കയല്ല, വഴുതനങ്ങ എൻ്റെ ഈ വീട്ടിലെ ഫ്രണ്ടിൽ തന്നെ ഉണ്ടായതാണ്. അത് ശരി. അപ്പോൾ എല്ലാം എന്താ ഒരു ഹോംലി ഫുഡാണ്. അപ്പോൾ ഞാൻ എന്താ പറയുക, ആദ്യമായിട്ടാണ് ഈ ചക്കക്കുരു മാങ്ങയും കൂടെ ഉള്ള കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ഇത്രയും നന്നായിട്ട് വരും എന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ സ്വയം പുകഴ്ത്തുന്നതല്ല എന്നെ, പക്ഷേ അത്യാവശ്യം നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. കുറേ നാളുകൊണ്ട് വിചാരിക്കുന്നു. ഒരു പച്ചമാങ്ങയാണ് ഞാൻ വാങ്ങിച്ചു വെച്ചിരുന്നത്. അതിൻ്റെ കൂടെ ഒരു 3 ചക്കക്കുരും കൂടെ ഇട്ട് തേങ്ങയും കൂടെ അരച്ചൊഴിച്ച് നല്ല, ഇതിനകത്ത് ഞാൻ ചെറിയുള്ളി ചേർത്തിട്ടുള്ളൂ. ചെറിയുള്ളിയും ഒരല്പം ജീരകവും 2 കടുകും 1 പച്ചമുളകും ഇത്രയും ചേർത്താണ് തേങ്ങ അരച്ചത്. മഞ്ഞപ്പൊടിയൊന്നും ഇട്ടിട്ടില്ല. പച്ചമുളക് എരിവിന് വേണ്ടി ഇട്ടിട്ടുണ്ട്. അപ്പം ഇതാണ് കറി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണ് വിശേഷം ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് കലോത്സവ വിശേഷങ്ങൾ കാണാൻ പോവാം അല്ലേ? അപ്പോൾ കലോത്സവ വിശേഷങ്ങൾ കാണാൻ പോവാം അല്ലേ? തീർച്ചയായും. ഓക്കേ. ശരീരം
ശക്തിരൂ